സോന അബോട്ടായി ഹോസ്പിറ്റലിൽ പോയ സമയത്ത് സിമിന്റെ അമ്മയുടെ ഒരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എൻജോയ് ചെയ്യും മക്കളെ, ഈ സമയത്തെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും. സ്വന്തം വീട്ടിൽ നിന്ന് അമ്മ എങ്ങനെയൊക്കെ കമന്റ് ഇടുവോ? അബോഷനായി ഞാൻ പറഞ്ഞ ഈ ഇറച്ചി കഷ്ണം എൻ്റെ കയ്യിൽ വന്ന് നടന്നത്. അതിന്റെ 3-ാം ദിവസം ആൾ പുറത്തിറങ്ങി, 3-4-ാമത്തെ ദിവസം പുറത്തിറങ്ങി ഹോട്ടലിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് കമന്റ്. അത് ഞാൻ വേദന എടുത്തിട്ട് ഇരിക്കുന്ന ആ സമയത്താണ് ഞാൻ ഈ കമന്റ് കൂടെ കാണുന്നത്. ഒരു പ്രാവശ്യം വഴക്കുണ്ടായി കഴിഞ്ഞിട്ട് പറഞ്ഞു, കണ്ട തെരുവീന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ വിളിച്ചോണ്ട് വന്ന പെണ്ണിനെ, അല്ല കണ്ട തെരുവീന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ വിളിച്ചോണ്ട് വന്ന പെണ്ണിനെ കല്യാണം പോലും കഴിപ്പിക്കാതെ വീട്ടിൽ കയറ്റി കിടത്തിയേക്കുക. അല്ല, നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് സിബിന്റെ അമ്മ തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? നമ്മള് അവിടുത്തെ പൈസ കണ്ടിട്ടാണ്, അതായത് അമ്മ ഇത്രയും കാലം പണിക്ക് പോയായിരുന്നു, ബാങ്ക് പുള്ളിക്കാരുടെ അമ്മയുടെ പൈസ ഉണ്ട്, അത് നമ്മൾ ഇതാക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഒരു വോയിസ് വെച്ചിട്ട് അത് ഇപ്പോൾ ഇതിൽ കിടക്കുന്നുണ്ട്. എന്നിട്ട് തന്നെ ബ്ലോക്ക് ചെയ്ത് പോയതാ, പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ പ്രശ്നങ്ങൾക്കൊക്കെയും കാരണം അമ്മയുടെ കണ്ണുനീര് വീഴ്ത്തുന്നതായി സോനയാണ് ഇതിനൊക്കെ കാരണം. ഈ അമ്മയുടെ കണ്ണുനീര് വീഴ്ത്തുന്നു എന്ന് പറഞ്ഞിട്ട് മറ്റാരോ വന്ന് കമന്റ് ഇട്ടു. അങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലത്തെ പ്രശ്നങ്ങൾ മറ്റൊരു രീതിയിൽ വേറെ ഒരാൾ അറിഞ്ഞു എന്നല്ലായിരുന്നു, മറ്റൊരു രീതിയിൽ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഓപ്പണായിട്ട് വേറൊരു വീഡിയോ ഇട്ടിട്ട് ഞങ്ങളുടെ ഭാഗം ഞങ്ങൾക്ക് പറയണം. നമ്മള് മറ്റുള്ളവരുടെ വീട്ടിൽ നിൽക്കുമ്പോ നമ്മള് നന്നായിട്ട് നിക്കണല്ലോ. അപ്പൊ ഞാൻ ഇവന്റെ വീട്ടിൽ വന്നപ്പം അവിടെയുള്ള നാട്ടുകാരോട് ചോദിച്ചാൽ മതി, ആ വീട് എങ്ങനെയാ അത്രയും ദിവസം അവിടെ എങ്ങനെയാ വീട് കിടന്നേന്ന്. ഞാൻ വന്നപ്പോ മാറ്റോ അവിടെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചോറും കറിയും വെച്ച് കഴിഞ്ഞിട്ട് പാത്രത്തിൽ സിങ്കൊക്കെ നിറഞ്ഞു കിടക്കും, വെള്ളം മറ്റേ എനിക്ക് ഫുള്ള് എല്ലാ കാര്യത്തിലും അറപ്പുള്ള ഒരു ഇതാണ് ഞാൻ. അപ്പൊ ഇവിടെ അതൊക്കെ ക്ലിയർ ആക്കി എടുത്ത് സെറ്റ് ആക്കി അവിടുത്തെ ബാത്റൂം വരെ ഞാൻ കഴുകിക്കൊണ്ടിരുന്നത്. എന്നിട്ടാണ് അങ്ങനത്തെ വർത്താനം പറയുന്നത്. ഞാൻ രാവിലെ എണീക്കും, ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യും. ഇവന്റെ അപ്പച്ചനാണെങ്കിലും പല്ല് ഏൽപ്പിച്ച് മുഖം വരെ കഴുകിക്കൊടുത്തോണ്ടിരുന്നത് ഞാൻ. അങ്ങനെ എല്ലാ അത് അടുത്തുള്ള വീട്ടിലെ ചേച്ചിമാരോടൊക്കെ ചോദിച്ചാൽ അറിയാം. അമ്മയ്ക്ക് സോനനെ ഇഷ്ടമില്ലായിരുന്നു? ആദ്യം ഇഷ്ടമായിരുന്നു, പക്ഷെ ഈ ഒരു കാര്യം പറയാൻ പറ്റാത്ത ആ കാര്യം ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് അറിയാവുന്ന ആൾക്ക് മനസ്സിലായപ്പോ ഇങ്ങനെ ഒരു ഡ്രാമ ഇറക്കിയാലേ പറ്റുള്ളൂ. അതെ അതന്നെ. അങ്ങനെ പല പല പ്രശ്നങ്ങള് നമ്മളെ തോട്ടേനും പിടിച്ചാനൊക്കെ പ്രശ്നങ്ങള് നമ്മൾ അങ്ങോട്ടൊന്നും പിന്നെ 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 ഉദ്ദേശം നിങ്ങളെ അവിടുന്ന് പറഞ്ഞു വിടുക, ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. നമുക്ക് തോന്നി അങ്ങനെ. നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്ന് നിൽക്കും അല്ലെങ്കിൽ ഇങ്ങനെ കഷ്ടപ്പെടും? ഇവിടെ വരുന്നതിന് മുന്നേ ഞാൻ ഇവളോട് പറഞ്ഞു, വേണ്ടി നമുക്ക് അങ്ങോട്ട് പോണ്ട, ഈ നിന്റെ വീട്ടിലേക്ക്, എന്റെ വീട്ടിലോട്ട് പോണ്ട. കാരണം ഞാൻ പോലും ഇവിടെ പോയിരുന്നില്ല. 4 വർഷം ദുബായി പോയവര് വരെ 4-5 വർഷം കഴിഞ്ഞ് തിരിച്ചു വരും. ഞാൻ ഈ അടിമാലിനായിട്ട് സ്വന്തം വീട്ടിൽ പോയായിരുന്നില്ല. ഇപ്പോ നിങ്ങളുടെ കല്യാണം ലീഗലി കഴിഞ്ഞിട്ടില്ല? ഇന്നാണ് സത്യത്തിൽ ഡേറ്റ്, കറക്റ്റ് ഡേറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റ്. അപ്പോ ഈ 1 വർഷം എടുത്തില്ലേ? ഈ 1 വർഷത്തിനുള്ളിൽ ഇതെന്താ നടക്കാത്തെ? അതിന്റെ സത്യത്തില് റേഷൻ അതിന്റെ ആവശ്യമില്ലല്ലോ, ഒരു ഇതായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ റേഷൻ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ശരിക്കും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു? നമ്മള് ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിരിക്കുമല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ, ആദ്യം ഇങ്ങനെ ഇത് ബ്ലഡ് പോകുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴും ഭയങ്കര പ്രാർത്ഥനയും, ഞങ്ങൾക്ക് കിട്ടണായിരിക്കോ ബോയ് ആയിരിക്കോ, നിന്നെ പോലെയാണോ എന്നെ പോലെ, അങ്ങനെയൊക്കെ ഞങ്ങൾ ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്ന് നിൽക്കും അല്ലെങ്കിൽ ഇങ്ങനെ കഷ്ടപ്പെടും? ഇറങ്ങി വരുന്ന സമയത്ത് ഇപ്പോൾ പ്രേമിക്കുന്ന ആൾ അടിപൊളിയാണല്ലോ, അപ്പോൾ നമ്മൾ അത്ര എൻജോയ് ചെയ്ത് ജീവിക്കാം എന്നുള്ള ആഗ്രഹത്തിലായിരിക്കും നമ്മൾ ഇറങ്ങി വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പാർട്ണറിനോട് അത്രയും അടിപൊളിയായിട്ട് ജീവിക്കാം എന്നുള്ള രീതിക്കായിരിക്കും നമ്മൾ വിളിച്ചുകൊണ്ട് വരുന്നത്. ജീവിതം ഇങ്ങനെ വന്ന് നിൽക്കും എന്ന് എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ഇവിടെ വരുന്നതിന്റെ മുന്നേ ഞാൻ ഇവളോട് പറഞ്ഞു, വേണ്ടി നമുക്ക് അങ്ങോട്ട് പോണ്ട, ഈ നിന്റെ വീട്ടിലേക്ക്, എന്റെ വീട്ടിലോട്ട് പോണ്ട. കാരണം ഞാൻ പോലും ഇവിടെ പോയിരുന്നില്ല. 4 വർഷം ദുബായി പോയവര് വരെ 4-5 വർഷം കഴിഞ്ഞ് തിരിച്ചു വരും. ഞാൻ ഈ അടിമാലിനായിട്ട് സ്വന്തം വീട്ടിൽ പോയായിരുന്നില്ല. അവിടെ പോണ്ട എന്ന് പറഞ്ഞു ഇവിടെ അടുത്ത്. പക്ഷെ ഇവളാണ് നിർമ്മിച്ചത്, അവിടെ ആരും ഇല്ലല്ലോ, നോക്കാൻ ആരും ഇല്ലല്ലോ, മമ്മി ഒറ്റയ്ക്കല്ലേ. വിളിച്ചിട്ടാണെങ്കിലും ഓരോന്നൊക്കെ പറഞ്ഞു. അതായത് ഇവരിവിടത്തെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാനും കൂടെ വരാം, ഉപകാരം ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നതാണ്. അങ്ങനെ പോയത്. പക്ഷെ മൊത്തം പാളിപ്പോയി. ഇങ്ങനെയൊക്കെ
പ്രതീക്ഷിക്കാതെ പുറത്ത് പറയാൻ പറ്റാത്തൊരു കാര്യം ഉണ്ടല്ലോ, അത് പുറത്ത് പറയാനും പറ്റൂല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും കുറെ വട്ടം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രശ്നം പറയാ. പക്ഷെ എന്തെങ്കിലൊക്കെ വിചാരിക്കും. അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം, മെയിൻ പ്രശ്നം. ഓക്കെ, ശരിക്കും ഞാൻ ഫസ്റ്റ് ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒളിച്ചോടി ഫസ്റ്റ് വന്നിരുന്നത് ഇപ്പൊ എന്റെ അടുത്തായിരുന്നു. അപ്പം ഞാനെന്തോ ഭയങ്കര ഉപദേശം പോലെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു, മെച്യൂരിറ്റി ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു. പക്ഷെ നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ സ്റ്റോറീസ് കണ്ടാലും, ഈ കുറച്ച് നാൾക്ക് മുമ്പ് വരെ നിങ്ങളുടെ സ്റ്റോറീസ് കണ്ടാലും നിങ്ങളുടെ വീഡിയോസ് കണ്ടാലും നിങ്ങൾ ഭയങ്കര അടിച്ചു പൊളിച്ച് വീഡിയോസ് ഒക്കെ ഇട്ട് ഭയങ്കര രസമായിട്ട് പോയിക്കൊണ്ടിരുന്ന കപ്പിൾസ് ആണ്. ഇപ്പം ഇവൻ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ടോ മെച്യൂരിറ്റി ഇതിലൊക്കെ ഞാൻ പറഞ്ഞതിന് എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്തോടെ നിങ്ങളുടെ ഒരു ലൈഫ് എങ്ങനെയായിരുന്നു? ഒരു എൻജോയ് ചെയ്ത് ജീവിച്ച ഒരു ലൈഫ് എങ്ങനെയായിരുന്നു? അടിമാലി ഉണ്ടായിരുന്നപ്പോ അങ്ങനെ വെച്ച് കഴിഞ്ഞാ അപ്പൊ ഞങ്ങൾക്ക് വണ്ടിയില്ല, അവിടെ ഞങ്ങൾക്ക് വണ്ടി ഉണ്ടാകുന്നില്ല. ഡെയിലി ഓട്ടോയിലായിരിക്കും, ഡെയിലി ഓട്ടോയിലായിരിക്കും. ജസ്റ്റ് വിളിക്കും, ഓട്ടോ വരും. പിന്നെ അവിടുത്തെ ആ നാട്ടിൽ ഏത് ഓട്ടോയിൽ കയറിയാലും സ്ഥലം പറയേണ്ട ആവശ്യമില്ല, ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി. കാരണം അവിടുത്തെ എല്ലാവർക്കും ഞങ്ങൾ അറിയാം. അപ്പം അങ്ങനെ ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് അറിയാന്നല്ല നമ്മള് മിണ്ടി, അതായത് നമ്മള് കണ്ട് കാരണം നമ്മള് ചെറിയ പ്രായമുള്ള ആൾക്കാർ രാവിലെ ഡെയിലി കയ്യും പിടിച്ചുകൊണ്ട് കൂടെ നടക്കല്ലേ. അപ്പൊ അങ്ങനെ എല്ലാവർക്കും മിണ്ടി അറിയാം. ആ ഒരു കണക്ഷൻ അങ്ങനെ കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പോരാത്തതിന് അടിച്ചുപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ടൂറ് അങ്ങനെയൊന്നും അല്ല, ചുമ്മാ തീറ്റ ചെയ്തതിന് കൂടുതൽ. അത് ഉതുമായി കണ്ണി കണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്, ചോക്ലേറ്റ് ആണ്. ഡെയിലി ഒരു മിഠായി വാങ്ങണേ പോലും അതൊരു 500 രൂപയ്ക്ക് പോകും. അങ്ങനെ ഇതായിരുന്നു, ചുമ്മാ ലാവിഷ്. അതായത് പ്രായത്തിൽ ഇറങ്ങി വന്നതല്ലേ അവള്, അപ്പൊ പിന്നെ കൂടുതൽ അങ്ങനെ നടക്കട്ടെ വിചാരിച്ച് സേവിങ്സ് ഒന്നും ഞാൻ വെച്ചായിരുന്നില്ല. പിന്നെ അങ്ങനെ സേവിങ്സ് ആയി വരുന്ന ടൈമിലാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം ആ സമയത്തൊക്കെ അത്രയും ഹാപ്പി ആയിരുന്നു സോന? ഓക്കെ, അപ്പം എപ്പോഴാണ് ശരിക്കുള്ള ജീവിതം ഇതാണ് എന്ന് മനസ്സിലാക്കി തുടങ്ങിയ ഒരു സമയം എപ്പോഴായിരുന്നു? ലൈഫ് ഇങ്ങനെയാണെന്ന് നമ്മള് കല്യാണം കഴിക്കുന്നത് മുന്നേ ഒരു ഇമാജിനറി വേൾഡിലായിരിക്കും. നമുക്കറിയില്ലല്ലോ, ഈ പ്രായമാണ്, നമുക്കൊന്നും അറിയില്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ബാധ്യത വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്കറിയില്ലല്ലോ. അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം നമ്മള് ഒരു കൂട്ടിലേക്ക് ഇടുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. അതായത് ഈ വീട്ടിലേക്ക് വന്നപ്പോ ഒരു പിന്നെ നമ്മളൊരു പക്ഷീനെയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ അടച്ചു വെക്കില്ല, അതിന്റെ ഉള്ളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറ്റ് പുറത്തടിച്ചു കഴിഞ്ഞാൽ മൊത്തം ഉള്ളിൽ മണ. അതുപോലെ അപ്പൊ അവിടെ നിന്ന് ഇനി ഇങ്ങനെ വേറെ സ്ഥലത്തേക്ക് മാറും എന്നുള്ളൊരു ഇതില്ലല്ലോ. അപ്പൊ അവിടെ നിന്ന് തോന്നല ഇങ്ങനെയൊക്കെ ആയിരിക്കും ലൈഫ്, ഇനി ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോവും എന്നാ വിചാരിച്ചേ. പിന്നെ വഴക്കും അതും ഇതൊക്കെ ഇങ്ങനെ കൂടി പിന്നെ സൈക്കോടതി ഞാൻ പറഞ്ഞു, സൈക്കോ കൊറേ സഹിച്ചിട്ട് പറഞ്ഞു സൈക്കോയ്ക്ക് പറ്റുള്ള ഒട്ടും പറ്റുള്ള, എന്തായാലും ഞാൻ വീട്ടിൽ പോവില്ല, അന്ന് ഇറങ്ങി ഞാൻ വന്നതല്ലേ. പിന്നെ അതായത് പോവാണെങ്കിൽ ഇവനെ കൊണ്ടേ പോവുള്ളൂ. ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് അങ്ങനെ രക്ഷപ്പെടാൻ എന്തായാലും പറ്റില്ല, അങ്ങനെ ഒറ്റയ്ക്ക് പോവില്ല. അപ്പൊ ഒന്നില്ലെങ്കിൽ നമുക്ക് വാടക വീടെടുത്ത് മാറാം, ഇല്ലെങ്കിൽ ഞാനൊരു എന്തായാലും പഠിക്കാൻ പോണല്ലോ, ഒരു ഹോസ്റ്റലിൽ കൊണ്ടാക്ക്, ഞാൻ അവിടെ നിന്നിട്ട് വർക്കിന് പോവോ പഠിക്കുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അവിടുന്ന് ഓരോന്നൊക്കെ പറഞ്ഞ് ഇവന്റെ മൈൻഡ് മാറ്റും. കുറച്ച് നമ്മളെ കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞിട്ട് മാറാന്ന് വിചാരിക്കും, വീടൊക്കെ എടുത്ത് മാറാന്ന് വിചാരിച്ചു കഴിയുമ്പോഴത്തേക്കും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവന്റെ മൈൻഡ് മാറ്റും. അപ്പൊ പിന്നെ ഇവൻ അവിടെ തന്നെ പിടിച്ചു വെക്കും. അങ്ങനെ കൊറേ പ്രാവശ്യം ആയി ലാസ്റ്റ് ഈ ഹോസ്റ്റലിൽ പോവാന്ന് പറഞ്ഞാൽ ചുമ്മാ പറയണത്. അതായത് ആ വീട്ടിലത്തെ പ്രശ്നങ്ങൾ കാരണം ഇവക്ക് അവിടെ പോയി നിൽക്കാണ്. പോയാലും പിറ്റേ ദിവസം വിളിക്കും. ഇപ്പൊ ഇവിടെ സ്വന്തം വീട്ടിൽ പോയാൽ തന്നെ ഒരു ദിവസം അന്നങ്ങാണ്ട് പാസ്പോർട്ട് വെരിഫിക്കേഷൻ, എനിക്ക് പാസ്പോർട്ട് വെരിഫിക്കേഷൻ ഇവിടെ, ഇവൾക്ക് അവിടെ. അങ്ങനെ ഇവിടെ 2 ദിവസം നിന്നപ്പോൾ ഇവിടെ ഞാൻ അല്ലാതെ ഇവിടെ കടയിൽ പോലും ഒറ്റയ്ക്ക്. ഇവിടെ അമ്മ കൂടെ ഉണ്ടെങ്കിലും ഞാൻ ഉള്ള പോലെ അങ്ങനെ ആയി മാറി. അതായത് ഫുൾ ടൈം ഇവിടെ കൂടെ അല്ലേ വർക്കിന് പോവാതെ ഇരുന്ന് ഫുൾ ടൈം ഇവിടെ 24 hours അല്ലേ വർക്കിനും പോകുന്ന പുറത്ത്, അങ്ങനെയല്ലേ. അങ്ങനെ ആയിട്ട് ഒരു അപ്പുറ കടയിൽ വെള്ളം വാങ്ങാൻ പോലും അങ്ങനെ ഒറ്റയ്ക്ക് പോവില്ല, ഞാൻ അല്ലാണ്ട് എവിടെയും പോവില്ല. അപ്പോ അങ്ങനെ പെട്ടിട്ടാണ് ഇവിടെ ഈ ഹോസ്റ്റലിൽ പോയി നിർത്തിയത്. അത് ചുമ്മാ വഴക്കുണ്ടാക്കുമ്പോ അങ്ങനെ പറയണതാണ്. അങ്ങനെ തീരുമാനിച്ചത് വീട്ടിൽ പോവാ വേണമെങ്കിൽ, പക്ഷെ ഒരു ഈഗോ ആണോ എനിക്ക് ഇതാണ്, ഞാൻ തന്നെ റിക്കവറായി വരണം, വേറെ ഡിപ്പെൻഡ് ഇപ്പൊ ഞാൻ അവിടെ തന്നെ പോയി നിന്നിട്ടുണ്ടെങ്കിൽ അവര് വിചാരിക്കില്ലേ, ചിലപ്പോ അവര് വിചാരിക്കില്ലേ ഇവളെ കൊണ്ടുപോയിട്ട് പിന്നെ എങ്ങനെയാണോ
ഇങ്ങനെ ഒളിച്ചോടുകയും ചെയ്തു, എന്നാ പിന്നെ നോക്കാനും പറ്റില്ല. അങ്ങനെയുള്ളൊരു. പക്ഷെ ആർക്കും അറിയില്ലല്ലോ ഇവിടുത്തെ ഈ പ്രശ്നത്തിൽ പുറത്തു പറയാൻ പറ്റാത്ത പ്രശ്നങ്ങളായി പോയില്ലേ. സോനയുടെ വീട്ടിൽ നിന്ന് അപ്പോഴെങ്കിലും അങ്ങനെ അമ്മ വിളിച്ചോ, മോളെ നീ ഇങ്ങ് വന്നോ, വേണമെങ്കിൽ അവനെ ഉപേക്ഷിച്ചിട്ട് ഇനി വന്നോ, ഞങ്ങൾ നോക്കിക്കോളാം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? അങ്ങനെ അത് ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നെ ഇപ്പൊ സത്യത്തിൽ എന്നെ അറിയട്ടെ, എന്നെക്കാളും കാര്യം ഇവന്റെ അടുത്താണ്. ഞാൻ എന്തെങ്കിലും ആദ്യം അവര് വിചാരിച്ചോണ്ടിരുന്നത് പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ ഞാൻ മറ്റേ മുഖത്ത് എണ്ണയൊക്കെ തെച്ചിട്ട് ബാക്കില് ഇവ മുഖത്തോടെ എണ്ണ മാറുന്നേക്കും, ബാത്റൂമിന്റെ സ്റ്റിക്കറൊക്കെ അടിച്ചിട്ട് ഒറിജിനൽ മറ്റേ കഞ്ചാവ് ഒരു സാധാരണ ഹുക്കന്റെ മറ്റേ ഓൾറെഡി കുറെ കമന്റ്സും അല്ലെങ്കിൽ കുറെ പേരും സൈക്കോ കളർ പറയുമ്പോൾ കഞ്ചാവ് എന്നാണ് ബാഗത്തെ സ്റ്റിക്കർ ഉണ്ടാവുന്നല്ലോ ബാത്റൂം, അതായത് ഹുക്ക്. ഈ ഒരു സെറ്റപ്പ് അങ്ങനെ ഞാൻ തന്നെ ആക്കി വെച്ചതാ ഹുക്ക്. അപ്പൊ അത് ഇവര് വേറെ രീതിയിൽ അങ്ങനെ ആക്കി, പിന്നെ ഇത് അങ്ങനെ അല്ലാന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ പിന്നെ ഓക്കെ അങ്ങനെ തോന്നുന്നില്ലേ. പിന്നെ അവര് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ശരിയായി കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെ അവര് കേൾക്കില്ല, ഇവൻ എന്തെങ്കിലും പറഞ്ഞു. ഒരു ദിവസം അപ്പായി ഞങ്ങൾ രണ്ടാളെ കൊണ്ട് ഞാൻ ഈ കണ്ടുപിടിക്കാനാണോ നോക്കാൻ വേണ്ടിട്ട് ബാറിൽ പോയിട്ട് കുപ്പി വാങ്ങി. ഞാൻ നോർമൽ അടിച്ചു കഴിഞ്ഞാൽ കിക്ക് മറ്റേ ബോധം പോകുന്നില്ല, നോർമലായിട്ട് ഇങ്ങനെ വർത്താനം പറയും. അതൊക്കെ ടെസ്റ്റ് ചെയ്ത പുള്ളിക്കാരൻ അങ്ങനെയൊക്കെ നോക്കിട്ട് അത് മറ്റേ ഒരു ഞങ്ങള് വണ്ടിയിൽ പോണ ഒരു വീഡിയോ ഉണ്ട്. അത് വണ്ടി ഓടിക്കുന്നത് പുള്ളിക്കാരി അപ്പനാ, ഞങ്ങള് പുറകിലായിരിക്കണത്. അങ്ങനെ ഓപ്പൺ ആണ്, കുഴപ്പങ്ങളൊന്നും ഇല്ല വീട്ടില്. ഇപ്പൊ നിങ്ങളുടെ കല്യാണം ലീഗലി കഴിഞ്ഞിട്ടില്ല? ഇന്നാണ് സത്യത്തിൽ ഇന്നാ ഡേറ്റ്, കറക്റ്റ് ഡേറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റ്. അപ്പോ ഈ ഒരു വർഷം എടുത്തില്ലേ, ഈ ഒരു വർഷത്തിനുള്ളിൽ ഇതെന്താ നടക്കാത്തെ? അതിന്റെ റീസൺ രണ്ട് വീട്ടുകാർക്കും അറിയാലോ, ആർക്കും എല്ലാവരും ഒരുമിച്ചുള്ളപ്പോ ചെയ്യാന്നുണ്ടായിരുന്നു, എതിർപ്പില്ല. പിന്നെ അവര് പറഞ്ഞു, വീട്ടുകാരായാലും പറഞ്ഞു ഞങ്ങളും കൂടെ വരാം, നമുക്ക് ഒരുമിച്ച് അതായത് കല്യാണം അതുപോലെ തന്നെ നടത്താന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ നോക്കിയിരുന്ന് പിന്നെ ഞങ്ങൾക്ക് പിന്നെ സത്യത്തില് റേഷൻ അതിന്റെ ആവശ്യമില്ലല്ലോ ഒരു ഇതായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ റേഷൻ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നത്. റേഷൻ കാർഡ് എടുക്കണമെങ്കിൽ നമുക്കിത് വേണല്ലോ. ഇല്ലാതെങ്കിൽ ഇപ്പോഴും രജിസ്റ്റർ ചെയ്യില്ലായിരുന്നോ? അതിനോട് വലിയൊരു ചെയ്യണേ ചെയ്യാം. പിന്നെ ഒരു മടി പിടിച്ച് അങ്ങനെ നടക്കുമായിരുന്നു, അവിടെ പോയി വെയിറ്റ് ചെയ്യാത്തത് അങ്ങനെ. ഈ ഒരു വർഷത്തിനുള്ളിൽ പാരന്റ്സും പറഞ്ഞില്ലേ ഇന്ന ദിവസം നടത്താം, നമുക്ക് ഉടനെ നടത്താം, നമുക്ക് ആ പാർട്ടി ആയിട്ട് നടത്താമെന്ന്? ഇല്ല, അങ്ങനെയല്ല. അവര് പറഞ്ഞായിരുന്നു നമുക്ക് ഇങ്ങനെ നടത്താം, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇങ്ങനെ നടത്താന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അങ്ങനെ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ തന്നെ പോയി, ആരും വേണ്ട, ഞങ്ങൾ മാത്രം പോയി രജിസ്റ്റർ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ സാക്ഷിയായിട്ട് ഇവന്റെ കഴിഞ്ഞ മാർച്ച് 3-നാണ് ഇവള് വന്നത്. ഈ മാർച്ച് 3-നാണ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പോയത്, കറക്റ്റ് ഡേറ്റില്. ഇപ്പോ നിങ്ങളുടെ കഥകള് ഈ ഒരു സ്റ്റോറി ഇറക്കിയ സമയത്തില്ലേ, അതിന് ശേഷം പലരും കമന്റ് ബോക്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇനിയിപ്പോ നിങ്ങൾ ഒളിച്ചോടി എന്ന് പറഞ്ഞതും നിങ്ങൾ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞതും വരെ ഫേക്ക് ന്യൂസ് ആണോ, അതും ഒരു ഡ്രാമയാണോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈവൻ ഇന്റർവ്യൂ എടുത്ത് എനിക്ക് വരെ ഡൗട്ട് ആയി തുടങ്ങി, ഇനിയിപ്പൊ അവരുടെ സ്റ്റോറി ആയിരിക്കുമോ? അങ്ങനെ തോന്നിയെന്നറിയാവോ, ഞങ്ങൾ ആ ഇട്ട് കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോ ഇട്ടായിരുന്നു, റീൽസ് ഇട്ടായിരുന്നു. ഞങ്ങക്ക് എന്തെങ്കിലും ഒരു മുഖച്ചായ ചുമ്മാ മനഃപൂർവ്വം കൺഫ്യൂസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അതിട്ടില്ലായിരുന്നു. അതിട്ട് കഴിഞ്ഞപ്പോ പിന്നെ കുറെ പേർക്ക് ഇവര് അതിട്ടിട്ട് പണ്ട് എന്നെ തേച്ചിട്ട് പോയോളൂ തന്നെ മെസ്സേജ് ശരിക്കും അത്രയും വർഷങ്ങൾക്ക് ശേഷം ശരിക്കും അവളെ ആരാ, ശരിക്കും നിന്റെ കല്യാണം കഴിഞ്ഞില്ലേ, വല്ല ഹോപ്പ് അതിലുണ്ടോ എന്നറിയാൻ വേണ്ടി വന്നതാണ്. എന്തോരം പേരാ മെസ്സേജ് ചെയ്യണെന്ന് അറിയാമോ? ഞാൻ ഇപ്പോഴും അതൊരു തെറ്റായിട്ടല്ല കാണുന്നത്. അത് ഞാനൊരു സംഭവം പ്രൊഫഷണൽ ആയിട്ട് ഞാൻ ചെയ്തു, അതായിട്ടേ ഞാൻ കാണുള്ളൂ. നെഗറ്റീവ് കമന്റ് വന്നാൽ ഉണ്ടായിരുന്നു. അത് ഒരു കൊല്ലായിട്ടുണ്ട്. ഞാനത് എടുത്ത് ഇങ്ങനെ കാത്തി ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു, ലാസ്റ്റ് പൊട്ടിക്കാൻ വേണ്ടി. പക്ഷെ അതൊരു ദിവസം പൊട്ടിച്ചില്ലേ? പൊട്ടിച്ചു. എന്തായിരുന്നു ഭയം ഉണ്ടായിരുന്നത്? കഥ, തിരക്കഥ, സംഭാഷണം, IG സൈക്കോ ഒക്കെ ഉണ്ട്, അതന്നെ. പിന്നെ വേറെ എന്തെങ്കിലും അല്ല, ഞങ്ങൾ വി ആർ ജസ്റ്റ് ക്യാരക്ടേഴ്സ്, ഞങ്ങൾ വെറും കഥാപാത്രങ്ങൾ മാത്രമാണ്. അതുകൂടി കണ്ടപ്പോഴാണ് ശരിക്കും ആൾക്കാർ ഒരു കൊല്ലമായിട്ട് ഞാൻ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതായത് നോക്കിയില്ല. പിന്നെ അത് കഴിഞ്ഞ് വീഡിയോ ഇടുമ്പോ എല്ലാവരും ഡിസ്ക്രിപ്ഷനിൽ ഹാഷ്ടാഗ് വെക്കും. ഹാഷ്ടാഗിൽ എന്തിനാണ് കോമഡി ഇട്ടിരിക്കണത്, ഡീപ്പായിട്ട് നോക്കാൻ തുടങ്ങിയ ആൾക്കാര്. പിന്നെ ആ കമന്റ് ബോക്സില്ലേ, അതിന്റെ അടിയില് വേറെ കുറെ പേര്, അപ്പൊ ഇവര് ശരിക്കും ബ്രദർ സിസ്റ്റർ ആണോ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ വേറെ ചേട്ടനായിട്ട് പറയാം, അവര് ശരിക്കും ബ്രദർ സിസ്റ്റർ തന്നെയാ, എന്റെ നാട്ടിൽ തന്നെയാണ്.
അവസാനം മുഖച്ചായ ഉണ്ടോ? മുഖച്ചായൊക്കെ ഉണ്ടോ? ഒരു ബ്രദർ സിസ്റ്റർ. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ശരിക്കും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അപ്പൊ പ്രഗ്നന്റ് ആയ സമയത്ത് അത്രയും കെയർ ചെയ്ത് വരും എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ശരിയായി വരും ഒക്കെ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നടന്നപ്പോ സോനയുടെ ഒരു ഇതെങ്ങനെയായിരുന്നു, മാനസികാവസ്ഥ? ഇതിങ്ങനെ ഇപ്പൊ കുഞ്ഞ് അബോഷനായി പോയില്ലേ, അപ്പോ സോനയുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു? നമ്മള് ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിരിക്കുമല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ, ആദ്യം ഇങ്ങനെ ഇത് ബ്ലഡ് പോകുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴും ഭയങ്കര പ്രാർത്ഥനയും ഞങ്ങക്ക് കിട്ടണേ. ഞങ്ങളിങ്ങനെ സൈക്കാണെങ്കിൽ വയറ്റിലേക്ക് വന്നിട്ട് ഇങ്ങനെ തൊടും, ഓരോന്ന് വർത്താനൊക്കെ പറയാം. അങ്ങനെ എനിക്ക് പെട്ടെന്ന് വയറ് വരുന്നുണ്ടായിരുന്നു. 2 മാസം ആണെങ്കിലും വയറ് നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഗേൾ ആയിരിക്കോ ബോയ് ആയിരിക്കോ, നിന്നെ പോലെയാണോ എന്നെ പോലെ, അങ്ങനെയൊക്കെ ഞങ്ങളിങ്ങനെ, അതായത് ആദ്യമായിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇനി ഒരു കുഞ്ഞിന് വേണ്ടി ട്രൈ ഉണ്ടോ? ഇപ്പത്തെ 2027 ഒരു വർഷം ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് കുഞ്ഞു വന്നിരിക്കും. ഇപ്പൊ ഒന്നും ശരിയായിട്ട് ഇപ്പത്തെ ഈ കടങ്ങളും പ്രശ്നങ്ങളും ഒന്ന് സോൾവ് ചെയ്യട്ടെ. അതായത് കുറച്ച് ദിവസത്തിൽ സെറ്റ് ആവും. പിന്നെ വീണ്ടും പഴയ സ്റ്റോക്കും പരിപാടിയൊക്കെ തുടങ്ങി പ്രശ്നങ്ങളൊക്കെ മാറി വീണ്ടും പഴയതുപോലെ ആവും. ഷുവർ. ഇനി നിങ്ങളുടെ അല്ലാതൊരു കപ്പിൾസ് കോൾസിലേക്ക് വന്നാൽ സോനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൈക്കോയിലെ ഏറ്റവും നല്ല കാര്യങ്ങൾ എന്താ? 2 കാര്യങ്ങളെ നല്ലത്. ചേട്ടാ അങ്ങനെയൊക്കെ ചോദിച്ചാൽ സൈക്കോ പറയാനൊന്നുമില്ല. ഇല്ല, സൈക്കോ എനിക്കെല്ലാം ഇഷ്ടമാണ്. എന്താണ് എടുത്തു പറയാ? എന്താ മോശപ്പെട്ട കാര്യം പറഞ്ഞു പറഞ്ഞോ? നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യം വലി തന്നെ, സിഗരറ്റ് വലി തന്നെ. വേറെ ഞാൻ കള്ളൊന്നും കുടിക്കില്ല കേട്ടോ. നാട്ടുകാർ പറയുന്ന പോലെ ഞാൻ കഞ്ചാവൊന്നുമല്ല. അതെ, വേറെ ഒന്നുമില്ല. സിഗരറ്റ് വലിക്കണ മാത്രം എനിക്ക് ഇഷ്ടമല്ല. ബാക്കിയൊക്കെ ഇഷ്ടമാണ്. സോന കുക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയോ? അറിയാവോ? കുക്ക് ചെയ്ത നേരത്തെ തൊട്ട് അറിയുന്ന ഇപ്പൊ, അതായത് എന്തൊക്കെ പറഞ്ഞു കൊടുക്കണ യൂട്യൂബിലൊക്കെ അത് പഴയ പോലെ തന്നെ ശരിയായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സൈക്കോ ഹെൽപ്പ് ചെയ്യുവോ? ഇറച്ചിക്കറി ഞാനേ വെക്കുള്ളൂ. അതാ ഞാൻ വരുന്നതിന് മുമ്പേ ഒരു വോയിസ് കേട്ടായിരുന്നു, ഇറച്ചിക്കറി വെക്കണം. അപ്പൊ നിങ്ങൾക്ക് വല്ലതും പറ്റിയോ ഡൗട്ട് ഉണ്ടെന്നൊക്കെ. ചിക്കൻ കറി ഒന്നും എനിക്ക് അങ്ങനെ വെക്കാൻ അങ്ങനെ സെറ്റായിട്ട് വരില്ല. അപ്പൊ ഇവൻ വെക്കും. ശരി, ബാക്കിയൊക്കെ ഞാൻ തന്നെ. എന്നാ സൈക്കോക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത 2 കാര്യങ്ങൾ എന്തായിരിക്കും സോനയില്? അതായത് ചുമ്മാ ഞാന് ഫോണില് ഞാൻ ഇങ്ങനെ കാണിച്ചു വിചാരിച്ചു, അപ്പൊ ഞാൻ ആരോടെ ചാറ്റ് ചെയ്യും. എനിക്ക് അവിഹിതം ഉണ്ട്, അതാണ് അവളുടെ മൈൻഡില്. അത് മിക്ക ടൈമില് അതിപ്പോ കുറച്ച് കൂടുതലാണ്. അതും ഇതൊക്കെ അല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പം ഇവൻ സോന ആ വീട്ടില് പ്രശ്നം ഉണ്ടായി, ഇപ്പൊ പ്രഗ്നന്റ് ആയി, അബോർട്ടായി ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അത് കഴിഞ്ഞിട്ടോ എന്തോ ഒരു വീഡിയോക്ക് താഴെ സിമിന്റെ അമ്മയുടെ ഒരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എൻജോയ് ചെയ്യും മക്കളെ, ഈ സമയത്തെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുമോ? മീൻസ് നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ ഞാൻ തന്നെ ആലോചിച്ചു എന്തിനായിരിക്കും അങ്ങനെ ഒരു കമന്റ് ഇട്ടത്. ശരിക്കും ആ ഒരു കമന്റ് കണ്ടപ്പോ എന്താ തോന്നുന്നു? ആ കമന്റിന്റെ പിന്നിൽ ഉദ്ദേശം എന്തായിരുന്നു? അത് അപ്പൊ കൂടി ഞങ്ങള് വിചാരിച്ചത് 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ പോയാലോ, പ്രശ്നങ്ങൾ ശരിയില്ല അങ്ങനെയൊക്കെ ആയിരുന്നു മനസ്സിലായി. പിന്നെ സ്വന്തം വീട്ടിൽ നിന്ന് അമ്മ അങ്ങനെയൊക്കെ കമന്റ് ഇടുവോ? അതായത് ആ വേദന ഒന്നും അങ്ങനെ ആയവർക്ക് അറിയാം. ഒരു പ്രസവിച്ച പെണ്ണ് റെസ്റ്റ് എടുക്കുന്ന അതേപോലെ അബോർഷൻ ആയ ആള് റെസ്റ്റ് എടുക്കണം. അങ്ങനെ 3 അബോർഷനായി ഞാൻ പറഞ്ഞില്ല, ഈ ഇറച്ചി കഷ്ണം എന്റെ കയ്യിൽ വന്ന് നടന്നത്. അതിന്റെ 3-ാം ദിവസം ആള് പുറത്തിറങ്ങി, 4-ാമത്തെ ദിവസം പുറത്തിറങ്ങി റോട്ടിൽ നിൽക്കുമ്പോ ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന പറഞ്ഞിട്ട് ചിരിച്ചോണ്ട് കമന്റ്. അത് ഞാൻ വേദന എടുത്തിട്ട് ഇരിക്കണ ആ സമയത്താണ് ഞാൻ ഈ കമന്റും കൂടെ കാണുന്നത്. അതോടെ അപ്പോഴും എന്റെ കയ്യിൽ 5 വയസ്സല്ല, പക്ഷെ റോള് ചെയ്യാം എന്ന് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ ചോദിക്കാനുള്ള അങ്ങനത്തെ മടി കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ തിരിച്ചുകൊണ്ട് പോവില്ല എന്ന് ഉറപ്പിച്ചു. അല്ല, നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് സിബിന്റെ അമ്മ തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ മക്കളെ? തിരിച്ച് ഇവിടെ വായോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായില്ല? വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മള് വിളിച്ചല്ല, വാട്സാപ്പിൽ മെസ്സേജ്. നമ്മള് അവിടുത്തെ
പൈസ കണ്ടിട്ടാണ് എന്ത് പൈസ അവിടുത്തെ ഫുഡ് ചെലവ് ഞാനാ നോക്കിക്കൊണ്ടിരുന്നത്. അതായത് അമ്മ ഇത്രയും കാലം പണിക്ക് പോയായിരുന്നു, ബാങ്ക് പുള്ളിക്കാരുടെ അമ്മയുടെ പൈസ ഉണ്ട്, അത് നമ്മൾ ഇതാക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ പറഞ്ഞിട്ട് ഒരു വോയിസ് അയച്ചിട്ട് അത് ഇപ്പോൾ ഇതിൽ കിടക്കുന്നുണ്ട്. എന്നിട്ട് എന്നെ ബ്ലോക്ക് ചെയ്ത് പോയതാ, പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ ഇപ്പൊ ആഘോഷണ സമയത്ത് സോനിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്തും അമ്മ കൂടെ വരുവോ, ചെയ്യുവോ? കെയറിംഗ് കാര്യത്തില് പറഞ്ഞ കെയറിംഗ് അങ്ങനെയല്ല, ഭക്ഷണം ഉണ്ടാക്കി തരും, കുഴപ്പമില്ലാതെ ഉണ്ടാക്കി തരും, അത്ര തന്നെ. അതല്ലാതെ ഹോസ്പിറ്റലിൽ പോകാനൊന്നും ആരും കൂട്ടുന്നിട്ടില്ല, ഞാൻ തന്നെ ഉണ്ടാവുന്നു. ഈ കമന്റ്സിൽ കണ്ട കാര്യമാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെയും കാരണം അമ്മയുടെ കണ്ണുനീര് വീഴ്ത്തുന്നതായി സോനയാണ് ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഈ അമ്മയുടെ കണ്ണുനീര് വീഴ്ത്തുന്നു എന്ന് പറഞ്ഞിട്ട് മറ്റാരോ വന്ന് കമന്റ് ഇട്ടു. അങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഈ വീട്ടിലത്തെ പ്രശ്നങ്ങൾ മറ്റൊരു രീതിയിൽ വേറെ ഒരാൾ അറിഞ്ഞു എന്നല്ലായിരുന്നു, മറ്റൊരു രീതിയിൽ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഓപ്പൺ ആയിട്ട് വേറൊരു വീഡിയോ ഇട്ടിട്ട് ഞങ്ങളുടെ ഭാഗം ഞങ്ങൾക്ക് പറയണല്ലോ. അതെ അതെ, ഈ സോന ലേറ്റ് ആയിട്ട് ഉറക്കണിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അത് ഞാൻ പറയാം. അതായത് ഇവന്റെ വീട്ടിൽ വന്നപ്പം അവിടെയുള്ള നാട്ടുകാരോട് ചോദിച്ചാൽ മതി ആ വീട് എങ്ങനെയാ, അത്രയും ദിവസം അവിടെ എങ്ങനെയാ വീട് കിടന്നേന്ന്. ഞാൻ വന്നപ്പോഴുള്ള മാറ്റോ അവിടെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചോറും കറിയും വെച്ച് കഴിഞ്ഞിട്ട് പാത്രത്തിൽ സിങ്കൊക്കെ നിറഞ്ഞു കിടക്കും, വെള്ളം മറ്റേ എനിക്ക് ഫുള്ള് എല്ലാ കാര്യത്തിലും അറപ്പുള്ള ഒരു ഇതാണ് ഞാൻ. അപ്പൊ ഇവിടെ അതൊക്കെ ക്ലിയർ ആക്കി എടുത്ത് സെറ്റ് ആക്കി അവിടുത്തെ ബാത്റൂം വരെ ഞാൻ കഴുകിക്കൊണ്ടിരുന്നത്. എന്നിട്ടാണ് അങ്ങനത്തെ വർത്താനം പറയണേ. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പൊ താമസിച്ചൊന്നുമല്ല എണീക്കണേ, നേരത്തെ എണീക്കും. നമ്മുടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടിമാലിയിലായിരുന്നു ഞങ്ങളുടെ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചായിരുന്നു. അതായത് അടിമാലില് ഒരു 3 മണിക്ക് രാവിലെ ഒക്കെ കിടന്നുറങ്ങും, പിന്നെ ഒരു 12 മണിയായിട്ട് മാത്രല്ലേ ഉള്ളൂ. അടിമാലില് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് വേണേലും ചെയ്യാം, എപ്പോ വേണേലും മാറി. ഇവിടെ വന്നിട്ട് ഇപ്പൊ ഞാൻ പറയട്ടെ, എന്റെ സ്വന്തം വീടല്ലല്ലോ. നമ്മള് മറ്റുള്ളവരുടെ വീട്ടിൽ നിൽക്കുമ്പോ നമ്മള് നന്നായിട്ട് നിക്കണല്ലോ. അപ്പൊ ഞാൻ രാവിലെ എണീക്കും, ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യും. ഇവന്റെ അപ്പച്ചനാണേലും പല്ല് ഏൽപ്പിച്ച് മുഖം വരെ കൈ കൊടുത്തോണ്ടിരുന്ന ഞാനാ. അങ്ങനെ എല്ലാ അത് അടുത്തുള്ള വീട്ടിലെ ചേച്ചിമാരോടൊക്കെ ചോദിച്ചാൽ അറിയാം. അപ്പൊ അത്രയും നിന്ന് കഴിഞ്ഞിട്ടും വേറെ മൈൻഡിലാണ് ഇവിടെ കാണുന്നത്. അത് അപ്പൊ നമുക്കറിയില്ലായിരുന്നല്ലോ. അപ്പൊ അത്രയൊക്കെ നിന്ന് കഴിഞ്ഞിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം വഴക്കുണ്ടായി കഴിഞ്ഞിട്ട് പറഞ്ഞു, കണ്ട തെരുവീന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ വിളിച്ചോണ്ട് വന്ന പെണ്ണിനെ, അല്ല കണ്ട തെരുവീന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ വിളിച്ചോണ്ട് വന്ന പെണ്ണിനെ കല്യാണം പോലും കഴിപ്പിക്കാതെ വീട്ടിൽ കയറ്റി കിടത്തിയേക്കുക എന്നൊക്കെ ഇവന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. നമ്മളങ്ങനെ തിരിച്ചു പറഞ്ഞ ഞാൻ കിടന്ന് കരഞ്ഞു. അതിന് ആ സമയത്ത് ഈ അപ്പച്ചൻ വന്നിട്ട് എന്റെ അമ്മേനെ കുറിച്ച് എന്തോ പറഞ്ഞു എന്റെ അടുത്ത്, അത് സോനയുടെ അമ്മേനെ കുറിച്ച്. അപ്പൊ എനിക്ക് മൊത്തം കൂടെ എനിക്ക് നന്നായിട്ട് ചുമ്മാ നിലവിളിച്ചിട്ട് അങ്ങനെ കിടന്നു. ഞാൻ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കപ്പൊ മറ്റേ പ്രതികരിച്ച് തിരിച്ചു പറയാൻ പറ്റില്ലെങ്കിൽ അവരെന്തെങ്കിലും എന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൊത്തം കിടന്ന് വിറയ്ക്കും. ചങ്കൊക്കെ ഇടിച്ച് തലയൊക്കെ കറങ്ങി വേർത്ത് പരവേശം അങ്ങനത്തെ ഒരു ഇതാ. അപ്പൊ ഞാൻ ചെവിക്കല്ല് അടിച്ചു പൊട്ടിക്കും, ഉണ്ടായിരുന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു. അതായത് അപ്പച്ചൻ പറഞ്ഞത് അങ്ങനെ സംഭവം പറഞ്ഞിട്ടില്ലാന്ന് എന്റെ പപ്പനെ വിളിച്ച് പറയാ. അപ്പൊ അങ്ങനെ സംഭവം നടന്നിട്ടില്ലാന്ന് എന്റെ കണ്ണിന്റെ മുന്നിൽ ഈ അപ്പച്ചൻ വന്നിട്ട് നിന്റെ അമ്മ അങ്ങനെ പറഞ്ഞത്. അത് മാത്രല്ല അവര് അതുപോലെ പറഞ്ഞല്ലോ. പിന്നെ എനിക്ക് മൊത്തത്തിൽ അങ്ങ് പിടിച്ചു വെക്കാൻ പറ്റില്ല. നമ്മൾ എത്രയെന്ന് പറഞ്ഞാ കേട്ട് നിക്കുന്നേ. എനിക്കാണ് ഈ ദേഷ്യം വന്ന് ഞാൻ ഇങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നൊക്കെ ചെയ്യുന്നതിന് പോലും എനിക്ക് അത്രയ്ക്കും വയലന്റ് പോലെ ഇതായിരുന്നു. നമ്മള് കൊറേ സഹിച്ച് അങ്ങനെയൊക്കെ. അപ്പൊ അത്രയൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ തൊട്ട് ഞാൻ മാറാൻ തുടങ്ങി. അത്രയും നേരം നമ്മളൊരു കൂട്ടുകാരിനെ പോലെ അല്ലെങ്കിൽ എന്റെ അമ്മേനേക്കാളും ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയൂ അങ്ങനെ നിന്ന ഒരാളാണ്. കാരണം നമ്മളിനി ലൈഫ് ഫുള്ള് ഇവരുടെ അടുത്താണല്ലോ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ അത്രയും നന്നായിട്ട് ഇങ്ങനെ നിന്നതാ. എന്നിട്ടും ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ പിന്നെ അങ്ങനെ പറയണ ഒരാളുടെ അടുത്ത് പിന്നെ എനിക്കങ്ങനെ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് കൂടുതൽ ഇങ്ങനെ അടുക്കാൻ വേണ്ടി പോയില്ല. പിറ്റേ ദിവസം തൊട്ട് എനിക്ക് എന്റെ കാര്യങ്ങള് ഞാൻ ഇവനോട് പറഞ്ഞു, എന്റെ കാര്യങ്ങൾ ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല. കഴിക്കും, ഇവരെ പേരിന് എന്തെങ്കിലുമൊക്കെ ഞാൻ എടുത്തോണ്ട് വരും, അത് ഞാൻ ഇവന് തന്നെ കൊടുക്കുള്ളൂ, ഞാൻ കഴിക്കില്ല. അവിടെ റൂമൊന്നുമില്ല. ഈ അപ്പച്ചനും അമ്മച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ വേണ്ടാത്ത ആൾക്കാരാ. അതായത് ഞാൻ ജനിക്കുമ്പോ തന്നെ മറ്റേ ക്ലബ് ഫുഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകും എനിക്ക്. അതായത് ഈ 2 കാലം ഇവിടെ ഇരുന്നു.
പിന്നെ അത് ഓപ്പറേഷൻ ചെയ്തൊക്കെ ശരിയാക്കിയതാണ് പണ്ട്. ജനിക്കുന്ന സമയത്ത് ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കിയതാണ്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ട് ഞൊണ്ടിക്കാല അങ്ങനെയൊക്കെ പറഞ്ഞ് ചെറിയ ബുദ്ധിയില്ലാത്ത പ്രായത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്ന് മാറി നിന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു, നമ്മളെ വേണ്ടായിരുന്നു. പിന്നെ ബുദ്ധി ഉള്ളപ്പോഴാണ് അതൊക്കെ മനസ്സിലാക്കി. പിന്നെ നമ്മൾ അങ്ങനെ തിരിഞ്ഞു പോവാറില്ല. പോവാണെങ്കിൽ തന്നെ അപ്പൊ നമുക്ക് എല്ലാരും നോക്കാനുള്ള സെറ്റപ്പും ഇല്ല. അങ്ങനെ ആയിരുന്നു. പിന്നെ നമ്മൾ ആ വീട്ടിൽ കയറി ചെന്നപ്പോ നാട്ടുകാര് വേറെ രീതിയിലായി പറയല്, നമ്മൾ ആ വീടിന് വേണ്ടി വന്നതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അങ്ങനെ പോവാണെങ്കിൽ എനിക്ക് വേറെ വീടുണ്ട്, അച്ഛന്റെ വീട് തറവാട്, അത് എനിക്കാണ്. ഏട്ടനാണ് ആ വീട് പോവുക. നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഞാനത് വേണമെന്ന് അങ്ങനെ പറയല്ല, നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ തറവാട് അതെനിക്ക് വരിക. പക്ഷെ ഞങ്ങൾക്ക് രണ്ടാൾക്കും അങ്ങനെ ആ വീടോ ഈ വീടോ വേണമെന്നില്ല. ഇത് ഇവരെ വേണ്ടി നോക്കാൻ വേണ്ടി മാത്രം പോയതാണ്. അപ്പോഴും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കൂടി പപ്പയ്ക്ക് ഒരു മുട്ട വിറ്റാലേ 1 രൂപ കിട്ടുള്ളൂ. അതാണ് എന്റെ മൈൻഡില്. അപ്പൊ ഞാൻ വിട്ട് അവിടെ നിന്ന് വഴക്കുണ്ടാക്കി ഇല്ലാട്ടെറിഞ്ഞ് പോന്നാൽ കൂടി പിന്നെ അവിടെ എങ്ങനെ പോവും, അതാണ് എന്റെ മൈൻഡില്. പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ ഈ ഒരു പ്രായത്തിൽ തന്നെ അത്രയും കാര്യങ്ങൾ നോക്കി നിന്നിട്ടും നമ്മളങ്ങനെ പുറത്ത് വേറെ രീതിയിൽ പറയുന്നു, കേൾക്കുന്നു. വേറെ ഈ പറഞ്ഞ ആള് കേട്ട ആള് നമ്മളെ അടുത്ത് അവരറിയാതെ വന്ന് പറഞ്ഞു തരുന്നു, ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന്. പിന്നെ അപ്പൊ തൊട്ടാണ് ഞാനിങ്ങനെ എന്റെ സ്വന്തം കാര്യം, അതായത് സ്വന്തമായിട്ട് എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം അങ്ങനെയുള്ളത്. എന്നിട്ട് അപ്പുറത്ത് വീട്ടിൽ ചേട്ടൻ ഒരു ദിവസം ഞങ്ങൾ രാവിലെ എണീറ്റപ്പോ കേട്ടതാ, അപ്പുറത്ത് വീട്ടിൽ ചേട്ടൻ ചോദിക്കുക അവൾ എണീറ്റോ. അതങ്ങനെ ചോദിക്കണമെങ്കിൽ അവിടെ രാവിലെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ടല്ലേ അവരങ്ങനെ ചോദിക്കണം, അവൾ എണീറ്റോ. ഞാൻ എണീറ്റിട്ട് എന്ത് കാണിക്കാനാ, ഞാൻ മര്യാദയ്ക്ക് നോക്കിക്കൊണ്ടിരുന്നതല്ലേ. അപ്പൊ ഇവരിങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ പിന്നെ മാറിയത്. പിന്നെ ഞാൻ നേരത്തെ എണീറ്റാലും വീണ്ടും കണ്ണടച്ച് വീണ്ടും കിടന്നുറങ്ങും, മനഃപൂർവ്വം തന്നെ കിടന്നുറങ്ങും, കുറേ നേരം കിടന്നുറങ്ങും. പിന്നെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല. ഇവനെന്നെ പുറത്തുകൊണ്ടിട്ട് ഒരു നേരം ഭക്ഷണം അങ്ങനെ കിടന്നതാണ്. അപ്പൊ ഞങ്ങൾക്ക് വണ്ടിയിലായിരുന്നല്ലോ. പപ്പ മുട്ട കച്ചവടം കഴിഞ്ഞിട്ട് തന്നെ വണ്ടിയും കൊണ്ട് വരുമ്പോ വൈകുന്നേരം ആവും വരുമ്പോ, രാത്രി സമയമൊക്കെയോ. അപ്പൊ ഇവൻ എന്നെ പുറത്ത് കൊണ്ടുപോയിട്ട് ഫുഡ് മേടിച്ചു തരും. അങ്ങനെയൊക്കെ ആയിരുന്നു കഴിച്ചോണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം വണ്ടി എടുത്തതിന്റെ കഥ എന്താ, രാവിലെ അപ്പഴത്തെ വണ്ടി വേണമെന്നേ പറഞ്ഞൊരു സ്ഥലം വരെ പോകാനെന്ന്. അപ്പൊ അത് കേൾക്കാതെ വണ്ടി എടുത്തോണ്ട് പോയി. അത് പപ്പയ്ക്ക് വേറെന്തോ തിരക്കുണ്ടായതുകൊണ്ട് പോയതാണ്. പക്ഷെ എനിക്കത് വാശിയായി. അപ്പൊ തന്നെ ഞാൻ പോയി വണ്ടി എടുത്തോണ്ട് വന്നു. അല്ല, എല്ലാ പ്രൊമോഷൻ എല്ലാ കാര്യങ്ങളും പോവുക. ഇവരാണെങ്കിലും പുറത്തു പോകാൻ പറ്റില്ല. ഈ വണ്ടി ചോദിച്ചത് പ്രൊമോഷൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാ. അവര് പ്രൊഡക്റ്റ് അയച്ചു തന്നിട്ട് അത് അവിടെ ഇരിക്കുക. നമ്മൾ എടുത്തില്ലെങ്കിൽ അത് ക്യാൻസൽ ആയി തിരിച്ചു പോയിട്ട് പിന്നെയും കുറെ ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴേ തിരിച്ചു വരുവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് എടുക്കാൻ വേണ്ടി അവര് വിളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒന്നിനും പറ്റില്ലേ. പിന്നെ അതിന്റെ വാശിയിലാണ് ഈ പുറത്തിറങ്ങണ വണ്ടി എടുത്തോണ്ട് വന്നത് രാവിലെ തന്നെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്താണെങ്കിലും ആരും വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നൊന്നും പ്രതീക്ഷിച്ചില്ല. നമ്മൾ പ്രതീക്ഷിക്കില്ലല്ലോ. അത് ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങള് ശരിക്കും അവിടെ നിന്ന് ഈ വീട്ടിലേക്ക് വന്നത് ഒരു തെറ്റായി പോയി തോന്നുന്നുണ്ടല്ലേ? തോന്നുന്നുണ്ട്. വരുന്നതിന് മുന്നേ നമ്മളോട് പറഞ്ഞത് എടി നമുക്ക് അങ്ങോട്ട് പോകണ്ട അങ്ങനെ പറഞ്ഞതാ. അത് എനിക്ക് തന്നെ അറിയാം. ഇവര് പറയാ ഇവിടുത്തെ അമ്മച്ചി മരിച്ചു, പിന്നെ അപ്പച്ചൻ തന്നെ ഉള്ളൂ. മമ്മിക്ക് മമ്മിക്ക് ശ്വാസം മുട്ട് സെക്കൻഡ് സ്റ്റേജ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചു വരുത്തണത്. മമ്മി പറഞ്ഞു വാ നിങ്ങൾ. പിന്നെ വേറെ ആരൊക്കെ വിളിക്കുക ഈ നാട്ടിൽ ആരൊക്കെ എനിക്കറിയാത്ത. അതായത് ഈ അമ്മച്ചി മരിച്ച ദിവസം ഞങ്ങളുടെ അടുത്ത് വരാൻ പറഞ്ഞു രാത്രി. അപ്പം അടിമാലില് ഉരുൾപൊട്ടല് കാര്യങ്ങളൊക്കെയാ, റോഡ് നന്നാക്കലാണോ, റോഡ് മണ്ണിടിഞ്ഞത്, എന്തോ ഒരു സംഭവം. അപ്പൊ ബസ് ഒന്നും ഇങ്ങോട്ട് കടത്തി വിടില്ല. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ പറയണ്ടേ, ഞങ്ങൾക്ക് ഇന്ന് വരാൻ പറ്റില്ല, നാളെ രാവിലെ വരില്ല എന്ന് പറഞ്ഞിട്ടില്ല, വരാം. പക്ഷെ ഇന്ന് രാത്രി തന്നെ ഞങ്ങൾക്ക് വണ്ടി വിളിച്ച് വരാൻ പറ്റില്ല, പിറ്റേ ദിവസം വരാൻ പറ്റുള്ളൂ. ഇൻഫ്ലുവൻസ വൈറസ് എന്ന് പറഞ്ഞ സംഭവം വന്നത്. അങ്ങനെ കിടക്കുമ്പോ അതങ്ങ് വിട്ടു മാറി വന്ന ആ സമയം ഇവിടുത്തെ നാട്ടുകാരെ വിളിക്കുക, പള്ളിയിലത്തെ ആൾക്കാരെ വിളിക്കുക. അതായത് നമ്മൾ അടിമാലിയില് ആൾക്കാരാണ്, ഇത്ര പേര് നിങ്ങൾ വലിയ ഇൻഫ്ലുവൻസർ സോഷ്യൽ മീഡിയ ആൾക്കാരായിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാനുള്ള പറ്റില്ലേ, അങ്ങനെയൊക്കെ വിളിച്ചിട്ട് ചോദിക്കുക. അങ്ങനെയാണ് കെട്ടുമ്പഴുത്തിട്ട് ഒക്കെ പാടെ എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നത്. അതോടെ തീർന്നു. അത് കഴിഞ്ഞിട്ടും പോയാ മതിയായിരുന്നു. നമുക്കെല്ലാരും സ്വഭാവം അറിയില്ലല്ലോ. പിന്നെ എന്റെ മൈൻഡിൽ എന്താ, എല്ലാരും വേണം, എല്ലാരും അങ്ങനെ ഇട്ട് പോയി കഴിഞ്ഞാൽ എന്നേക്കുള്ള പോക്കാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ മാക്സിമം ഹോൾഡ് ചെയ്തു. പറ്റില്ല എന്ന് മനസ്സിലായി, അതിൽ നിന്ന് മാറി. ഇപ്പൊ അമ്മ വിളിക്കോ വല്ലതും ചെയ്യുവോ? ഇല്ല, അങ്ങോട്ടും ശ്രമിക്കുന്നില്ല. ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക രണ്ടുപേരെയും.
ഇവൻ പപ്പേനെ വിളിക്കും, ചേട്ടനെ വിളിക്കും. പപ്പ പറയാറില്ലേ അങ്ങോട്ടേക്ക് വരാൻ? പപ്പ പറയും, പക്ഷെ ഞാൻ പോലില്ല. കാരണം ചുറ്റും ഏരിയയിൽ നമ്മളെ കുറിച്ച് വേറെ രീതിയിലാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഒന്നത് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് പുറത്ത് പറയേണ്ടത് വന്നതും. അല്ലെങ്കിൽ ഈ ഫാമിലിത്തെ കാര്യം പല്ലി തോണ്ടി മണപ്പിക്കുന്ന പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഞാൻ വിളിച്ചുകൊണ്ടുവന്ന പെണ്ണാണ് ഉള്ളത്. അവളെ കുറിച്ച് ഇപ്പൊ ഇല്ലാത്ത കാര്യങ്ങൾ അപ്പുറത്തെ ആൾക്കാരും ഇവിടുത്തെ ആൾക്കാരും പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ അതെനിക്ക് ഇതല്ലേ. അതുകൊണ്ട് മാത്രമാണ് പബ്ലിക്കായിട്ട് വീഡിയോ ഇടേണ്ട ആവശ്യം വന്നത്. അമ്മയ്ക്ക് സോനനെ ഇഷ്ടമല്ലായിരുന്നോ? ആദ്യം ഇഷ്ടമായിരുന്നു, പക്ഷെ ഈ ഒരു കാര്യം പറയാൻ പറ്റാത്ത ആ കാര്യം ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് അറിയാവുന്ന ആൾക്ക് മനസ്സിലായപ്പോ ഇങ്ങനെ ഒരു ഡ്രാമ ഇറക്കിയാലേ പറ്റുള്ളൂ. അതെ അതന്നെ. അങ്ങനെ പല പല പ്രശ്നങ്ങള് നമ്മളെ ഭാഗത്താണ്. തോട്ടേനും പിടിച്ചാനൊക്കെ പ്രശ്നങ്ങള് നമ്മൾ അങ്ങോട്ടൊന്നും പിന്നെ 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 ഉദ്ദേശം നിങ്ങളെ അവിടുന്ന് പറഞ്ഞു വിടുക, ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. നമുക്ക് തോന്നി അങ്ങനെ. പിന്നെ പിന്നെ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ അടുത്ത് ചെയ്ത പല കാര്യങ്ങളും അറിഞ്ഞോണ്ടായിരുന്നു എന്നുള്ള വഴക്കുണ്ടാക്കുമ്പോ ഞാൻ പറയും ഇങ്ങോട്ട് വരണ്ടായിരുന്നു എന്നാ പിന്നെ പൊക്കൂടായിരുന്നോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോഴും ഈ പൊക്കൂടായിരുന്നു എന്ന് പറയുമ്പോൾ എന്റെ മൈൻഡിൽ എന്താ, എനിക്ക് എല്ലാരും വേണം, എല്ലാരും പോരുത്, അങ്ങനെയാണ് എന്റെ മൈൻഡില്. എന്നിട്ടും അങ്ങനെ പിടിച്ച് കടിച്ചു തൂങ്ങി നിന്നിട്ടും ലാസ്റ്റ് ഇങ്ങനെയൊക്കെ വരുന്നത് അത് മാത്രമേ ഉള്ളൂ ജീവിതത്തില്. അല്ലാതെ ഇവളെ കൊണ്ട് ഒളിച്ചോടി വന്നു പ്രത്യേകിച്ച് അതിലൊന്നും ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുമില്ല. വീട്ടുകാരുടെ ഈ അവിടുന്ന് ഒരു പ്രശ്നം, അതല്ലാതെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ വീണ്ടും സെറ്റായി വരുന്നു, ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും ഇപ്പൊ ഈ വീട് എടുത്തു, വാടക എടുത്തിട്ടാണെങ്കിലും വാടക കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും വേണ്ട, മാസം എനിക്ക് എത്ര അടവുണ്ട് അറിയോ? ഈ ഫോണിന് 2700, അവളുടെ ഫോണിന് ഒരു 2800, എന്റെ വണ്ടിക്ക് 3, പിന്നെ വീടിന് 4 വാടക, പിന്നെ ഈ സാധനങ്ങൾ മേടിച്ചതിന്റെ അതും വേറെ. മാസം എങ്ങനെ വല്ല ഒരു 25,000 റുപ്പി അടവന്നെ അടയ്ക്കുന്നുണ്ട്. അത് ഇതുവരെ റീപേയ്മെന്റ് തെറ്റിയിട്ടില്ല. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നതാ. പക്ഷെ അവിടെ ചെന്നിട്ട് അതിന്റെ അത് തെറ്റണ വക്കിലെത്തി. പക്ഷെ കറക്റ്റ് ടൈമിൽ ചാടിയോണ്ട് രക്ഷപ്പെട്ടു, അല്ലെ വീണ്ടും കൂടിയാണ്. അപ്പൊ എന്തായാലും ലൈഫ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോവാണ്. ഇടയ്ക്കൊരു ബ്രേക്ക് വന്നു, കുറെ പാഠം പഠിക്കാൻ പറ്റി, ആരെ മനസ്സിലാക്കാൻ പറ്റിയല്ലേ, കുറച്ച് ശരിക്കും നന്നായി. ലൈഫ് എന്താന്ന് മനസ്സിലായില്ലേ? കുറെ കാര്യങ്ങൾ മനസ്സിലായി, നന്നായി. അപ്പൊ വീണ്ടും നിങ്ങൾ വേറൊരു വീടെടുത്ത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാ. ഇത് കണ്ടിട്ട് വേർപ്പിന്റെ അസുഖം പറയും എല്ലാരും പറയും, നോക്കിക്കോ. അതുകൊണ്ട് പഠിക്കുക. അപ്പം റീസ്റ്റാർട്ട് ആയി. ഇപ്പം വീണ്ടും സിവിൻ സ്റ്റോക്ക് എടുത്ത് വർക്ക് വീണ്ടും തുടങ്ങാണ്. സോന പഠിക്കാൻ പോണം, ഡൽഹി സാധനങ്ങൾ എടുക്കും. പിന്നെ സോനക്ക് ഇനി പതിയെ പഠിക്കാൻ പോണം. അപ്പൊ അതൊക്കെയാണ് ഇനി നിലവിൽ അങ്ങോട്ട് പോകാനുള്ള പ്ലാൻ ഒക്കെ. അപ്പം ലൈഫ് ആയതുകൊണ്ട് ഇനിയും പ്രശ്നങ്ങൾ ചിലപ്പോൾ വന്നേക്കാം, വരാതിരിക്കാം. അപ്പം എല്ലാം നിങ്ങൾ ഇത്രയൊക്കെ ആയെങ്കിൽ ഇനിയും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് ഒരുമിച്ച് തന്നെ രണ്ടുപേരും ഒരുമിച്ച് തന്നെ അടിപൊളിയായിട്ട് പോയിക്കോ. എനിവേ ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് നന്നായിട്ട് ഓക്കെ. ലൈഫാണ്, കുറെ പടങ്ങൾ ഇനിയും വരും, എല്ലാം അക്സെപ്റ്റ് ചെയ്ത് ഒരുമിച്ച് തന്നെ പോട്ടെ. അപ്പം ഇനിയും ഇതുപോലെ എന്തെങ്കിലും അവസരത്തിൽ നമുക്ക് നല്ലൊരു ഇന്റർവ്യൂ ആയിട്ട്, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു ഇന്റർവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം എന്തായാലും രണ്ടുപേർക്കും ആശംസകൾ. അപ്പൊ ഇൻഷാല്ലാ അങ്ങനെ തന്നെ ആവട്ടെ. ഈസുള്ള റൂമും വലിയ വീടും നിങ്ങൾ വരുമ്പോ എല്ലാം ഉണ്ടാക്കിയൊക്കെ ഇങ്ങനെ വിളമ്പൊക്കെ വെച്ച് അങ്ങനെ സെറ്റാക്കാം നിങ്ങള്. ഓക്കെ, അങ്ങനെയൊക്കെ ആവട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. ഒരുപാട് സന്തോഷം. ഓക്കെ, ബൈ.